പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചാരിജി മഹാരാജിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ജൂലൈ 24. അദ്ദേഹം ഇന്ന് ഭൂമിയിൽ ജീവിച്ച് ഇരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് 98 വയസ്സാവുമായിരുന്നു. 1927 മുതൽ 2014 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ലാലാജി മഹാരാജ് സമാധി ചെയ്ത് 1931 അപ്പോൾ അദ്ദേഹത്തിനന്ന് 3 വയസ്സ് പ്രായമാണ് ചാരിജി മഹാരാജിന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ 3 വയസ്സുള്ള ആ പ്രായത്തിൽ എങ്കിലും ചാരിജീനെ ലാലാജി അദ്ദേഹത്തിന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്ര വളരെ മുൻപേ തുടങ്ങുമായിരുന്നു അദ്ദേഹം പറയാറുണ്ട്. അതായത് മഹാഗുരുക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണെന്ന് ചാരിജി മഹാരാജ് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിൻ്റെയും ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബർത്ത്ഡേ പോലെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. അത് നമ്മൾ ആനന്ദത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ആഘോഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് അത് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി അതിൻ്റെ ഉറവിടമാണ് ജീവിച്ചിരിക്കുന്ന മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംപ്രേഷണം, ആദ്യത്തെ സംപ്രേഷണം നമ്മുടെ ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് നമ്മുടെ ആത്മാവിന് ഒരു പുനർജീവൻ ലഭിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ജനിക്കുന്ന പോലെയാണത്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ കുട്ടിയായിട്ട് ജനിക്കുന്നു, അത് ആദ്യത്തെ ജന്മം. ഗുരുവിൻ്റെ സംപ്രേഷണത്തിലൂടെ നമ്മുടെ ആത്മാവ് പുനർജനിക്കുന്നു, പ്രകാശിത ലോകത്തിലേക്കുള്ള യാത്ര തുടരുന്നു. അപ്പോൾ രണ്ടാമത്തെ ജന്മം എന്നുള്ള അർത്ഥത്തിൽ വേദങ്ങൾ അതിനെ ദ്വിജ എന്ന് പറയാം, രണ്ടാമതും ജനിക്കുക എന്നുള്ളത്. അങ്ങനെ രണ്ടാമതും ജനിക്കുമ്പോൾ ആ രണ്ടാമത്തെ ജന്മത്തിലാണ് അത്ര മോക്ഷപ്രാപ്തി. ഭാഗവതത്തിലൊക്കെ പരീക്ഷത്തിനെ ദ്വിജൻ എന്ന് വിളിക്കുക. അദ്ദേഹം ഗർഭാശയത്തിൽ വെച്ച് തന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ചുപോയി. പിന്നീട് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ ജീവിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ ദ്വിജൻ എന്നാണ് പറയാം. അങ്ങനെ ദ്വിജനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിക്കുള്ള ഒരു അവസരം ഉണ്ടാവുന്നതും. അദ്ദേഹം ശുഖബ്രഹ്മ മഹർഷി മീറ്റ് ചെയ്യണം. ഭാഗവതത്തിൻ്റെ കഥ മുഴുവൻ അങ്ങനെയാണ്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിന് കാരണം അദ്ദേഹം ദ്വിജനായതുകൊണ്ടാണ്, രണ്ടാമതും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ പുനർജനിച്ചതുകൊണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ്സിലെ എല്ലാ അഭ്യാസികളും ദ്വിജന്മാരാണ്, രണ്ടാമത് ജനിക്കുകയാണ് സംപ്രേഷണത്തിൻ്റെ സഹായത്താൽ. അപ്പോൾ നമ്മുടെ ബോധത്തിന് ഒരു പുതിയ ഉണർവാണത്. അതുവരെ നമ്മൾ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നമ്മളുടെ ജാഗ്രതയും സ്വപ്നം, സുഷുപ്തിയും പോലെയല്ല സംപ്രേഷണം സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ അവസ്ഥ. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ സ്വന്തം ബർത്ത്ഡേ പോലെ ആനന്ദത്തോടെ, ശാന്തമായി, പ്രത്യാഹാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 24 മണിക്കൂറുള്ള സംപ്രേഷണം സ്വീകരിച്ച് നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ആക്കം കൂട്ടണം എന്ന് പറയാൻ കാരണമുണ്ട്. ഇനി മഹാഗുരുക്കന്മാരുടെ ബർത്ത്ഡേ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക?
അവരെ സ്മരിക്കാനുള്ള ഒരു അവസരമാണത്. ചാർജി മഹാരാജ് എന്ന് പറയും, ഒരു മാസ്റ്ററുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളിലെ മഹാവാക്യം പോലെയാണ്. നമ്മൾ പറയില്ലേ, മാതൃദേവോ ഭവ, അമ്മ ഈശ്വരനായി ഭവിക്കട്ടെ എന്നാണ്. അതായത് ഒരു മഹാഗുരുവിനെ ഈ പ്രപഞ്ചത്തിന് സംഭാവന ചെയ്ത അമ്മ, അവർ പൂജിക്കപ്പെടേണ്ടവളാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മാതൃദേവോ ഭവ എന്ന്. ഇപ്പോൾ ചാർജി മഹാരാജിൻ്റെ അമ്മ, അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അന്ന് അമ്മയ്ക്ക് 22 വയസ്സ് പ്രായമുള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛന് 25 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അമ്മയെ കണ്ട വളരെ നേരിയ ഓർമ്മ മാത്രമേ ചാർജി മഹാരാജിനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1964 അദ്ദേഹം ബാബുജി മഹാരാജിൻ്റെ അടുത്തെത്തുന്നത്, ഏകദേശം 36-37 വയസ്സിൽ. അപ്പോൾ ബാബുജി മഹാരാജിനായിട്ടുള്ള ഇടപെടലിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. എന്താണ് അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്ന് ബാബുജി മഹാരാജിനോട് ചോദിക്കും. അപ്പോൾ ബാബുജി മഹാരാജ് പറയും, എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാൻ പറയും, ജാനകി മാതാവിൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിക്കും. അപ്പോൾ ആ ഫോട്ടോ കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ബാബുജി പറയും, ഇവർ പുനർജന്മം എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവരെ മോക്ഷപ്രാപ്തിക്ക് പ്രാപ്തമാക്കും എന്ന് പറയും. ബാബുജി മഹാരാജ് ആ ഫോട്ടോ നോക്കി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവർ പുനർജന്മം എടുത്തിട്ടില്ല, ഭൂമിയിലില്ല, അതുകൊണ്ട് ഇവരെ ഞാൻ മോക്ഷപ്രാപ്തിയിലേക്ക് അയക്കുകയാണെന്ന്. കഴിഞ്ഞ് ബാബുജി മഹാരാജ് കുറച്ച് നേരം കണ്ണടച്ചു, കഴിഞ്ഞ് തുറന്നു പറഞ്ഞു, അമ്മയ്ക്ക് മോക്ഷപ്രാപ്തിയായി എന്ന് പറയും. ഇപ്പോൾ ചാർജി മഹാരാജ് എന്ന് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ടും യുക്തിയുക്തം ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ബാബുജി പറഞ്ഞു, നീ ഇപ്പോൾ മെഡിറ്റേഷനിലിരിക്കാൻ പറഞ്ഞു, ധ്യാനത്തിലിരിക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ധ്യാനത്തിലിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ട്രാൻസ്മിഷൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അമ്മ ജാനകി മാതാവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാബുജി ചോദിച്ചു, എന്താണ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നിലേക്ക് സംപ്രേഷണം ചെയ്തതായിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ബാബുജി പറഞ്ഞത് തോന്നലല്ല, അത് വാസ്തവമാണ്. മോക്ഷപ്രാപ്തി നേടിയ ആത്മാക്കൾക്ക് അവർക്ക് പ്രിയപ്പെട്ടവരിലേക്കും സംപ്രേഷണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു മോക്ഷപ്രാപ്തിക്ക് യോഗ്യമായിട്ടുള്ള ആത്മാക്കൾ ഭൂമിയിൽ വിട്ടു പോകുമ്പോൾ ആ വീടുകളിൽ പോയാൽ നമുക്കൊരു ശാന്തി അനുഭവപ്പെടും. നേരെ മറിച്ച് വീണ്ടും അവിടെ തന്നെ ചുറ്റിത്തിരിയുന്ന അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് ആകർഷണമുള്ള ആത്മാക്കളാണെങ്കിൽ ആ വീട്ടിലൊരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് മാസ്റ്റർ ഇപ്പോൾ അഭ്യാസികൾ മരിച്ചു കഴിഞ്ഞാൽ 13 ദിവസം അവരുടെ വീട്ടിൽ സത്സംഗം കണ്ടക്ട് ചെയ്യാൻ പറയും. ഈ ആത്മാവിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആക്കം കൂട്ടാനാണ്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട പുനർജന്മത്തിനും അത് സഹായകമാണ്. ഈ 13 ദിവസങ്ങളിലും 13 ചക്രങ്ങളിൽ ഒരു പരിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം പിന്നീട് ജാനകി മാതാവ് പ്രകാശ ലോകത്തുനിന്ന് മീഡിയത്തിൽ കൂടെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. പല മെസ്സേജുകളും നിങ്ങൾ വിസ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ, വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് വായിച്ചാൽ ചാർജി മഹാരാജിൻ്റെ അമ്മ സന്ദേശങ്ങൾ അയക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പം അത്ര മഹത്തായിട്ടുള്ള ഒരു ഗുരുപരമ്പരയിലാണ് നമ്മളുള്ളത് എന്നർത്ഥം. അപ്പം അതിനെ എത്രമാത്രം ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി നാം പരിഗണിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠം.
അപ്പം അങ്ങനെ മഹത്തായ ഒരു ഗുരുവിനെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത അമ്മയാണ് നമ്മൾ മാതൃദേവോ ഭവ എന്ന്. അമ്മ പൂജിക്കപ്പെടേണ്ടവളാണെന്ന് ഈ അർത്ഥത്തിലാണ്. പിന്നെ ചാർജി മഹാരാജ് പറയും പിതൃദേവോ ഭവ എന്ന് പറയില്ലേ നമ്മൾ, അച്ഛനെ ഈശ്വരനായി ഭവിക്കട്ടെ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം അമ്മ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 25 വയസ്സാണ്. പക്ഷേ ഈ 3 ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് ഒരു ഭീഷ്മാചാര്യരെ പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം പുനർവിവാഹം കഴിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 85-86 വയസ്സ് വരെ ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹം ഒരു മഹാഭാരതത്തിലെ ഭീഷ്മാചാര്യരെ പോലെയായിരുന്നു ഈ കുട്ടികളെ മുഴുവൻ വളർത്തിയുണ്ടാക്കിയിരുന്നത്. അദ്ദേഹം റെയിൽവേയിലെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ട്രാൻസ്ഫർ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകും, കാരണം വേറെ ഇല്ലല്ലോ വീട്ടിൽ. അദ്ദേഹമാണ് ആദ്യം നമ്മുടെ മിഷനിൽ അഭ്യാസം ചെയ്തത്, സി രാജഗോപാലാചാരി. അതിനുശേഷമാണ് മാസ്റ്റർ, അതേ 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് മാസ്റ്റർ സിറ്റിംഗ് എടുക്കുന്നത്. അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറായിട്ടുള്ള ഒരു പ്രിസെപ്റ്റർ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അദ്ദേഹമാണ് അവർ തമ്മിലുള്ള അടുപ്പത്തിലാണ് അദ്ദേഹം നമ്മുടെ മെഷീനിൽ വരുന്നത്. പിന്നെയാണ് മാസ്റ്റർ വരുന്നത്. അപ്പം അങ്ങനെയുള്ള അത്തരം ഒരു മഹാഗുരുവിനെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത് വളർത്തിയെടുത്ത അത്തരം പിതാവിനെയാണ് പിതൃദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഈ മഹാവാക്യങ്ങൾക്കൊന്നും. അതുപോലെ മറ്റൊരു മഹാവാക്യമാണ് ആചാര്യ ദേവോ ഭവ. അപ്പോൾ ഈ അമ്മയും അച്ഛനെയും ഒക്കെ നമുക്ക് സ്മരിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അതുപോലെ ചാരുജി മഹാരാജിൻ്റെ ആചാര്യൻ ബാബുജി മഹാരാജ് ഇത്ര മഹത്തായ ഒരു ഗുരുവിനെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവൻ ഹാർട്ട്ഫുൾനെസ് പരന്നത് ചാരുജി മഹാരാജിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭമായിട്ടുള്ള പ്രസംഗങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ആളുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ആചാര്യൻ ബാബുജി മഹാരാജിനെ സ്മരിക്കാനുള്ള ഒരു അവസരമാണ്. അതിനാണ് നമ്മൾ ആചാര്യ ദേവോ ഭവ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മഹത് ഗുരുവിനെ സൃഷ്ടിച്ചെടുത്ത ആചാര്യൻ പൂജിക്കപ്പെടേണ്ട ആളാണ്. അതാണ് ആചാര്യ ദേവോ ഭവ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയും. ഇതെല്ലാം ചാരുജി മഹാരാജ് പറയുന്ന. അതുപോലെ മറ്റൊരു മഹാവാക്യമുണ്ട്, അതിഥി ദേവോ ഭവ എന്ന്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ അതിഥി ദേവോ എന്ന് പറഞ്ഞാൽ അതിഥികൾ എന്ന് പറയുന്ന അഭ്യാസികളാണ്. ഈ മഹാസംരംഭത്തിൽ പങ്കെടുക്കാൻ വന്ന അതിഥികൾ, ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ അഭ്യാസികളെ മാസ്റ്റേഴ്സ് അതിഥികളായിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന അതിഥികളൊക്കെ ഈശ്വരനായിട്ട് ഭവിക്കട്ടെ എന്നാണ് അനുഗ്രഹം. അതായത് അതിഥി ദേവോ ഭവ. അതായത് മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്ന എല്ലാ ശിഷ്യന്മാരും അഭ്യാസികളെയും മാസ്റ്ററുടെ അനുഗ്രഹം അതിഥി ദേവോ ഭവ എന്നാണ്. ഇവിടെ വന്ന എല്ലാവരും ദിവ്യത്വത്തെ സാക്ഷാത്കരിക്കട്ടെ എന്നാണ് അവരുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് മഹത്തായ ഒരു അവസരമാണ് ഈ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇനി ചാരുജി മഹാരാജിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കർമ്മയോഗി പോലെയായിരുന്നു. പൗരുഷവും വിധിയും കൂടി ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പൗരുഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നായിരുന്നു ചാരുജി മഹാരാജിൻ്റെ രീതി. അദ്ദേഹം പറയാറുണ്ട്, പൗരുഷവും കരുണയും കൂടി ചേർന്നതാണ് ധാർമ്മികത എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാറുണ്ട്. വിധിയെ അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല. കാരണം അദ്ദേഹത്തിനോട് ഒരിക്കൽ ഈ ജാതകം, ഹൊറോസ്കോപ്പ് അത് പ്രവർത്തിക്കുമോ എന്നൊരു അഭ്യാസി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹൊറോസ്കോപ്പ് വിൽ വർക്ക് ഇഫ് യു ഡോണ്ട് വർക്ക്.
ജാതകം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിധിയേക്കാൾ കൂടുതൽ പൗരുഷത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു ശാരജി മഹാരാജ്. നമ്മുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിശ്രമത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കർമ്മയോഗിയായിട്ട് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടുള്ള സമീപനം. ഇനി അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. നമ്മൾ സമയം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നതാണെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി പ്രകടമായിട്ടുള്ള രീതിയിൽ പറയും. അദ്ദേഹം ഒരു കർമ്മയോഗിയാണെങ്കിലും അദ്ദേഹം പറയും ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ്, അതായത് ഭക്തിയുടെ ഒരു ഭാവം. അപ്പോൾ ഗുരുവിൻ്റെ ഉത്തരവാദിത്വമാണ് ശിഷ്യൻ്റെ ആത്മീയ പുരോഗതി എന്നത് 100% വസ്തുതയാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ പിന്നെ ശിഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ശിഷ്യൻ ആ അനുഗ്രഹത്തിന് പാത്രമാകുന്ന തരത്തിൽ സ്വഭാവത്തെ രൂപീകരിക്കൽ മാത്രമാണ് ശിഷ്യൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ സ്വഭാവ രൂപീകരണത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആത്മീയതയ്ക്ക് പ്രസക്തിയില്ല എന്നായിരുന്നു ശാരജി മഹാരാജിൻ്റെ വാക്കുകൾ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ, അതും ലാലാജി മഹാരാജ് തുടങ്ങി വെച്ച, ലാലാജി മഹാരാജ് പറയും ധാർമ്മികതയാണ് ആത്മീയത. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ രൂപീകരണം എന്നാണ്. അപ്പം ശാരജി മഹാരാജ് സ്വഭാവത്തിനെ വിശദീകരിക്കുക 3 ഘടകങ്ങളായിട്ട് അദ്ദേഹം പറയാം. അതായത് മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം. ഈ 3 ഘടകങ്ങളുടെ സംഗ്രഹമാണ് സ്വഭാവം എന്ന് ശാരജി മഹാരാജ് പറയാം. ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് കോൺസ്റ്റന്റ് കോൺഷ്യസ്നസ് ഓഫ് ദ ഗോൾ എന്ന് പറയും. അപ്പോൾ ഇത് 3 നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. കാരണം അതാണ് നമ്മുടെ ആത്മീയ പുരോഗതി നിർണ്ണയിക്കുന്നത്. മനോഭാവം എന്ന് പറഞ്ഞാലോ, ഇതിലെല്ലാത്തിലും പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമുക്ക് ജീവിതത്തിനോട് വെച്ച് പുലർത്താം, നെഗറ്റീവായിട്ടുള്ള മനോഭാവം നമുക്ക് വെച്ച് പുലർത്താം. എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള കണ്ടെത്തി അതിൽ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ പുരോഗതിയിൽ ആദ്യത്തെ പടിയത്. അദ്ദേഹം ശാസ്ത്രീയമായിട്ട് തന്നെ വിശദീകരിക്കും. കാരണം വേദങ്ങളൊക്കെ പറയും നമ്മുടെ ദൃഷ്ടി എവിടെയാണോ അവിടെയാണ് നമ്മുടെ സൃഷ്ടി എന്ന് പറയും. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും. നിങ്ങൾ എങ്ങനെയാണോ ഒരു കാര്യത്തിനെ നോക്കുന്നത് അതുപോലെയാണ് ആ കാര്യങ്ങൾ. അല്ലാണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ ന്യൂട്രലാണ്. നമ്മൾ എങ്ങനെ നോക്കുന്നു എന്നതിനനുസരിച്ച് അതിനൊരു രൂപം വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ജീവിതം തുടർച്ചയായിട്ട് ദുരിതങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള കണ്ടെത്തി അതിൽ മനസ്സിനെ വ്യാപരിപ്പിക്കേണ്ടത് അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അഭ്യാസിക്ക് താരതമ്യേന ഇത് എളുപ്പമാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ ഇച്ഛാശക്തി വളർന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ളതിൽ മനസ്സിനെ കൊണ്ടു നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം അത് ശാസ്ത്രീയമായിട്ടും പറയും. ഇത് ആത്മീയതയാണ് ഈ പറയുന്നത്. ശാസ്ത്രീയതയിൽ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ കാണിക്കുന്നതാണ്. തരംഗരൂപത്തിലുള്ളൊരു സാധനത്തിനെ മനുഷ്യൻ്റെ ശ്രദ്ധ കൊണ്ട് കണികയാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രപഞ്ചം തരംഗരൂപത്തിലാണ്, പക്ഷെ മനുഷ്യൻ നോക്കുമ്പോൾ അത് കണികാരൂപത്തിലായി മാറും. അതായത് നിരീക്ഷിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൻ്റെ രീതി അനുസരിച്ചാണ് യാഥാർത്ഥ്യം വെളിപ്പെടുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മളെല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിരിക്കുന്നതിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത്. അപ്പോൾ
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് ശാരജി മഹാരാജ് പറയാറുണ്ട്. അതുപോലെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റ രീതി, അതിലും പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതിയുണ്ട്, നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റ രീതിയുണ്ട്. സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ നമുക്ക് പെരുമാറാം, കഠിനമായിട്ട് ദേഷ്യത്തോടെയും പെരുമാറാം. ഈ ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന ശക്തിയാണ് സ്നേഹമെന്ന് പറയുന്നത്. അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതമയായിരിക്കും, നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പം എല്ലാ സാഹചര്യത്തിലും മൃദുവായി സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് ബോധപൂർവം ഒരു അഭ്യാസി പരിശീലിക്കേണ്ടതാണെന്ന് ശാരജി മഹാരാജ് പറയാം. അതാണ് അദ്ദേഹം ബിഹേവിയർ എന്ന് പറയുക, കർമ്മത്തിൻ്റെ മേഖലയാണത്. അതുപോലെ ലക്ഷ്യബോധത്തിൽ അദ്ദേഹം പറയും പോസിറ്റീവ് നെഗറ്റീവ് ഘടകങ്ങളുണ്ടെന്ന്. അതായത് ഭൗതിക ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലെ മാത്രം മുൻനിർത്തി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം നെഗറ്റീവാന്ന് പറയുന്നതാണ്. ആത്മീയത ലക്ഷ്യമെന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഗോളാണെന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മഹാഭാരതത്തിലെ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള മീറ്റിംഗാണ്. യുദ്ധത്തിന് മുമ്പ് ദുര്യോധനും അർജുനനും ശ്രീകൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ചു പോകും. അപ്പം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ഒരു ഭാഗത്ത് നിരായുധനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ, മറ്റേ ഭാഗത്ത് 1,00,000 പടയാളികളുള്ള അദ്ദേഹത്തിൻ്റെ നാരായണീ സേന. ദുര്യോധനൻ സ്വീകരിക്കുക നാരായണീ സേനയാണ്, അർജുനൻ സ്വീകരിക്കുക നിരായുധനായിട്ടുള്ള ഭഗവാനെയാണ്. അങ്ങനെ നിരായുധനായിട്ടുള്ള ഭഗവാനാണ് മഹാഭാരത യുദ്ധം മുഴുവൻ ജയിക്കുന്നത്. അദ്ദേഹം പറയാം, ഈശ്വരനും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള ഒരു വിവേചനം നമുക്ക് വേണമെന്നാണ്. എവിടെ ഈശ്വരനുണ്ടോ അവിടെ ഈശ്വരൻ്റെ സൃഷ്ടി ഉണ്ടാവും. നമ്മൾ സൃഷ്ടിയിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ, അതായത് ഭൗതികതയിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ, സൃഷ്ടി ഇന്നുണ്ടാവും, കുറച്ചുനാൾ നിലനിൽക്കും, അത് കഴിഞ്ഞ് നശിച്ചു പോകും. സൃഷ്ടികർത്താവ് എന്നെന്നും അനശ്വരമായ സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് ഈശ്വരനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഈശ്വരൻ്റെ സൃഷ്ടികളല്ല എന്നത്. അതുകൊണ്ട് ലക്ഷ്യബോധം ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണതയായിരിക്കണം. അത് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിൻ്റെ ഗോളാണെന്ന് ശാരജി മഹാരാജ് പറയാം. അപ്പോൾ ലക്ഷ്യബോധം, മനോഭാവവും പെരുമാറ്റ രീതി അടങ്ങുന്ന ഒരു സംഗ്രഹമാണ് സ്വഭാവം. സ്വഭാവമാണ് നമുക്ക് അഭ്യാസിയുടെ ഉത്തരവാദിത്വവും ആത്മീയ പുരോഗതിക്ക് നമ്മളെ നയിക്കുന്നത്. അതാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് നമ്മളെ പാത്രമാക്കുന്നത്. അപ്പോൾ ഇത് കർമ്മം, ഭക്തി, ജ്ഞാനയോഗങ്ങളുടെ സംഗ്രഹമാണിത്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെരുമാറ്റം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനോഭാവം. ജ്ഞാനം എന്ന് പറഞ്ഞതോ ജീവിത ലക്ഷ്യം. അപ്പോൾ ജീവിത ലക്ഷ്യം, മനോഭാവം, പെരുമാറ്റം എന്ന് പറയുന്നത് ഭക്തി, ജ്ഞാനം, കർമ്മയോഗങ്ങളുടെ ഒരു സംഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നത് രാജയോഗം എന്ന് പറയുന്നത് കർമ്മ, ഭക്തി, ജ്ഞാനയോഗങ്ങളുടെ സംഗ്രഹമാണ് എന്നാണ് സ്വഭാവത്തിൻ്റെ വിശദീകരണമായിട്ട് മനോഭാവവും പെരുമാറ്റ രീതിയും ലക്ഷ്യബോധം എന്ന് ശാരജി മഹാരാജ് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൗരുഷവും കരുണയും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം നമുക്ക് മനസ്സിലാവുക. അങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുക. സാധാരണ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രായോഗികക്ഷമമാക്കാമെന്നാണ് ശാരജി മഹാരാജ് നോക്കുക. ഇത് തന്നെയാണ് അടുത്ത കാലത്ത് ദാജി നമ്മളോട് പറഞ്ഞു. അദ്ദേഹം ഈയിടെ ഒരു സന്ദേശം നമുക്ക് തരുകയുണ്ടായി. നമ്മുടെ ഉദ്ദേശം, അതുപോലെ മനോഭാവം, പിന്നെന്താ ശ്രദ്ധ,
ഉദ്ദേശം, ശ്രദ്ധ, മനോഭാവം. ഇതാണ് കർമ്മം, ഭക്തി, ജ്ഞാനയോഗങ്ങളെന്ന് ദാജി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ചാരുജി മഹാരാജ് പറയുന്ന മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധം എന്ന് പറയുന്നത്. അപ്പോൾ ദാജി അതിനെ പറയും, നമ്മൾ ധ്യാനത്തിലാണെങ്കിൽ പോലും ഏറ്റവും ലളിതമായി നമ്മൾ ചെയ്യുന്ന ആത്മീയ പരിശീലനമായിട്ടുള്ള ധ്യാനത്തിൽ പോലും കർമ്മം, ഭക്തി, ജ്ഞാനത്തിൻ്റെ സംഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ധ്യാനം പോലും പരിസമാപ്തി ഉണ്ടാവുള്ളൂ. നമ്മൾ ധ്യാനം ചെയ്യാൻ പോവുക. എങ്ങനെയാണ് ഈ 3 യോഗങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ജ്ഞാനയോഗം? എന്താണ് ധ്യാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഉദ്ദേശം മനസ്സിലാക്കാതെ ധ്യാനം ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യബോധം നമ്മൾ വിട്ടുപോകും. എന്താണ് ഉദ്ദേശം? ആത്മീയ സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത, ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. ഇതാണ് ലക്ഷ്യം ധ്യാനത്തിൽ. അപ്പോൾ ആ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതാണ് അവിടെ ജ്ഞാനയോഗമായിട്ട് വരുന്നത്. കർമ്മയോഗം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് സമയത്ത്, എങ്ങനെ, ഏത് രീതിയിലിരിക്കണം. അതിനാണ് ബാബുജി മഹാരാജ് 10 നിർദ്ദേശങ്ങളായിട്ട് അത് പറയും. അതാണ് കർമ്മത്തിൻ്റെ മേഖല. അപ്പം അത് നമ്മൾ അറിയണം. അതിൻ്റെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. നമ്മൾ എന്ത് ചെയ്യണം ധ്യാനത്തിൽ എന്നുള്ളത്. അതാണ് കർമ്മം. ഇനി ഭക്തിയിലേക്ക് വന്നാലോ, മനോഭാവം. ഏത് മനോഭാവത്തിലാണ് നമ്മൾ ധ്യാനം ചെയ്യേണ്ടത് പ്രധാനമാണ്. സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക എന്ന് ബാബുജി മഹാരാജ് പറയും 1ാമത്തെ നിർദ്ദേശത്തിൽ തന്നെ. അപ്പോൾ സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തിലാണ് നമ്മൾ രാവിലെ ധ്യാനത്തിലിരിക്കുന്നത്. നമ്മൾ ബോധപൂർവം ചെക്ക് ചെയ്യണം. ധ്യാനത്തേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് ലോകത്തിൽ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവനെ നമ്മൾ ആത്മീയമായ ലെവലിൽ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗുരുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ മീറ്റ് ചെയ്യുന്ന നിമിഷമാണ് ധ്യാനം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയതമനെ മീറ്റ് ചെയ്യുന്ന നിമിഷത്തിനേക്കാൾ പ്രാധാന്യമുള്ള എന്തെങ്കിലും ലോകത്തിലുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത്രയും സ്നേഹവും ഭക്തിയോടുകൂടിയാണ് നമ്മൾ ധ്യാനത്തിലിരിക്കേണ്ടത്. അതാണ് മനോഭാവം. അപ്പോൾ ജ്ഞാനവും കർമ്മവും ഭക്തിയും കൂടി ചേരുമ്പോഴാണ് ധ്യാനം പോലും ഫലപ്രദമാണ്. ഇതിലേതെങ്കിലും ഒരു ഘടകങ്ങൾ വിട്ടുപോകുന്ന സമയത്ത് നമ്മുടെ ധ്യാനം ഭാഗികമായി പോയി, പ്രവൃത്തി കംപ്ലീറ്റ് ആവുന്നില്ല. അവിടെ ബാബുജി മഹാരാജ് പറയാറുണ്ട്, ബാബുജി മഹാരാജിൻ്റെ മുമ്പിൽ ആളുകൾ വന്ന് ധ്യാനത്തിലിരിക്കുമ്പോൾ ഷാജഹാൻപൂരിൽ ധ്യാനം കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഏതെങ്കിലും അഭ്യാസിയെ വിളിച്ചിട്ട്, നിങ്ങൾ വീട്ടിലിരുന്ന് എന്നെ സ്മരിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ മുന്നിലിരുന്നു കൊണ്ട് വീടിനെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത്. വീട്ടിൽ പോയിട്ട് എന്നെ സ്മരിച്ചാൽ മതി, ഇവിടെ ഇരുന്നുകൊണ്ട് വീടിനെ കുറിച്ച് ആലോചിക്കേണ്ടതെന്ന് ബാബുജി മഹാരാജ് പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഈ കർമ്മ ഭക്തി ജ്ഞാനങ്ങളുടെ സംഗ്രഹം അവിടെ പ്രകടമാകാത്തതുകൊണ്ടാണ്. ഈ ബാബുജി മഹാരാജ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് കർമ്മവും ഭക്തി ധ്യാനത്തിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്ത് നമുക്ക് കിട്ടുക? എന്താ ബാബുജി മഹാരാജ് പറഞ്ഞു തരുന്നത്? ഇപ്പം കർമ്മത്തിൻ്റെ രീതിയിൽ നോക്കാം. കർമ്മയോഗ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാരീരികമായ സാന്നിധ്യം അവിടെ ഉണ്ട് അഭ്യാസിയുടെ. മാനസികമായ സാന്നിധ്യം ഇല്ല. മനസ്സിലുകൊണ്ട് അയാൾ വീട്ടിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശാരീരികമായ സാന്നിധ്യം, മാനസികമായ അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെട്ട കർമ്മമെന്നർത്ഥം. കർമ്മ അതോടുകൂടി പരാജയപ്പെട്ടു. കാരണം ഭാഗികമായിട്ടുള്ള സാന്നിധ്യമല്ല കർമ്മത്തിന് വേണ്ടത്. പിന്നെയോ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം, പൂർണ്ണമായിട്ടുള്ള സ്മരണയിലാണ് നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്. അപ്പോഴാണ് പ്രവൃത്തി കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ കർമ്മയോഗ സിദ്ധാന്തം അനുസരിച്ച്
നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ജ്ഞാനത്തിൻ്റെ രീതിയിൽ ഇതിനെ നോക്കിക്കാണുക. എന്താണ് ഇവിടെ പ്രശ്നം? സാന്നിധ്യം എന്ന് പറയുന്നത് ഭൗതികമല്ല. പിന്നെയോ സാന്നിധ്യം ബോധത്തിലാണ്. ഭൗതികമല്ല സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം എന്താ? കാലവും സ്ഥലവും, സ്പേസ് ആൻഡ് ടൈം, സ്ഥലവും കാലവും മിഥ്യയാണ് എന്ന് ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട്, ആത്മീയതയും തെളിയിച്ചിട്ടുണ്ട്. കാലം മിഥ്യയാണ്, സ്ഥലവും മിഥ്യയാണ്. അപ്പോൾ സ്ഥലകാലങ്ങൾ എന്ന് പറഞ്ഞാൽ മിഥ്യയായിട്ടുള്ള ഒരു ധാരണയാണ്, ഒരു തോന്നലാണ്, ഒരു ഇല്യൂഷനാണ്. അപ്പോൾ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബോധത്തിലാണ്. കാരണം ബോധം മാത്രമേ സത്യമായിട്ടുള്ളൂ. ലോകത്തിലെ ഒരേ ഒരു സത്യം എന്ന് പറയുന്നത് ബോധം മാത്രമാണ്. അപ്പോൾ ബോധത്തിലായിരിക്കണം ഈ സ്മരണ. അപ്പോൾ പരിപൂർണ ഈ സത്യം അതായത് ബോധത്തിലാണ് സ്മരണ എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ സാന്നിധ്യം അവരെ എല്ലായിടത്തും അനുഭവിക്കും. ഇപ്പോൾ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ബോധത്തിൽ എപ്പോഴും അനുഭവിക്കുന്ന രണ്ടാളുകളാണ് ദ്രൗപദിയും അതുപോലെ തന്നെ സുഭദ്രയും. ഒന്ന് സഹോദരിയാണ്, മറ്റത് കൂട്ടുകാരിയാണ്. എപ്പോൾ അവർ ശ്രീകൃഷ്ണനെ സ്മരിക്കുന്നോ അപ്പം ഉണ്ടാവും അവിടെ. അപ്പം അതിന് കാലം സ്ഥലത്തിൻ്റെ പരിഗണനയില്ല. എവിടുന്ന വന്നതെന്ന് നമുക്ക് സംശയം തോന്നും. ഇപ്പോൾ സുഭദ്രയുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. സുഭദ്ര ഒരിക്കൽ ഹസ്തിനപുരത്തിൽ കുന്തി അച്ഛൻ പെങ്ങളെ കാണാൻ വേണ്ടി വന്ന് മടങ്ങിപ്പോവുകയാണ് ദ്വാരകയിലേക്ക്. പോണ വഴിക്ക് കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഈ രാക്ഷസന്മാരുടെയും ഉള്ള ആളുകളുടെയൊക്കെ ഉപദ്രവം ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനനെ കൂട്ടിന് അയക്കും കൂടെ സുഭദ്രയെ ദ്വാരകയിൽ കൊണ്ടാക്കാൻ. പോണ വഴിക്ക് ഒരു രാക്ഷസനെ ആക്രമിക്കും, കാലേവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സുഭദ്രയോടല്ല ദേഷ്യം, ശ്രീകൃഷ്ണനോടാണ് ദേഷ്യം. അപ്പോൾ ശ്രീകൃഷ്ണനെ കൊല്ലണം എന്നാണ് ഈ കാലേവൻ ആഗ്രഹിക്കുന്നത്, രാക്ഷസൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കംസന്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ കംസനെ കൊന്നത് ശ്രീകൃഷ്ണനായതുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇദ്ദേഹത്തിന് പ്രതികാരമാണ്. അപ്പോഴാണ് ശ്രീകൃഷ്ണന്റെ സഹോദരിയും അർജുനനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ സുഭദ്രയെ പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ വരും. അപ്പോൾ ശ്രീകൃഷ്ണനെ വധിക്കാമെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരിപാടി. എന്നിട്ട് സുഭദ്രയെ പിടിച്ചുകൊണ്ടുപോകും. അർജുനൻ അസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കില്ല, അതൊന്നും ഇദ്ദേഹത്തിൻ്റെ മേലെ ഫലിക്കില്ല. അർജുനൻ്റെ അസ്ത്രങ്ങളൊക്കെ പരാജയപ്പെടും. അപ്പോൾ സുഭദ്ര ജ്യേഷ്ഠ എന്നുള്ള വിളിയാണ്. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ അവിടെ എത്തി. പക്ഷെ ശ്രീകൃഷ്ണനും കാലേവനോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയും, ഇദ്ദേഹത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൃഷ്ണ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചു. ശത്രുവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല, നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ ഓടി രക്ഷപ്പെടുക, അത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് അർജുനനോട് സുഭദ്രയോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. ശ്രീകൃഷ്ണൻ ഓടും. അപ്പോൾ അങ്ങനെ കാലേവൻ്റെ ലക്ഷ്യം ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ പിന്നാലെ ഇദ്ദേഹം ഓടി ഓടി ശ്രീകൃഷ്ണൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ആ ഗുഹയിൽ മുചകുന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം രാജാവായിരുന്നു, നല്ല രാജാവായിരുന്നു. അവസാനം രാജ്യഭരണമൊക്കെ മതിയാക്കി അദ്ദേഹത്തിന് ആത്മീയതയിൽ താല്പര്യം വന്നപ്പോൾ ഈ ഗുഹയിൽ വന്നിരുന്ന് തപസ് ചെയ്യുക. അപ്പോൾ കണ്ണടച്ചത്, അതിനുശേഷം ഇന്നേ വരെ അദ്ദേഹം കണ്ണു തുറന്നിട്ടില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ആദ്യം ഈ ഗുഹയിൽ കയറി, പിന്നാലെ കാലേവൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ മഹർഷി അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അംഗവസ്ത്രം, മഞ്ഞ വസ്ത്രം എടുത്തത് ഈ മഹർഷിയെ പുതപ്പിച്ചു. എന്നിട്ട് സൈഡിൽ ഒളിഞ്ഞു നിന്നു. അപ്പോൾ കാലേവൻ വന്നപ്പോൾ എന്താണ്, ഈ മഞ്ഞ വസ്ത്രം കൊണ്ട് മൂടിയിട്ട് ഒരാളവിടെ ഇരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രീകൃഷ്ണനായിരിക്കുമല്ലോ, വേറെ ആരായിരിക്കും എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഈ മഹർഷിയെ പോയി ചവിട്ടുകയാണ്. ഒളിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്.
മഹർഷി ഇതെന്താ അത് അങ്ങനെ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. അപ്പം ആരോ ചവിട്ടുന്നത് വെച്ച് കണ്ണു തുറന്ന് നോക്കിയതാണ്. കണ്ണു തുറന്ന് നോക്കി ഈ രാക്ഷസനെ കണ്ടോടുകൂടി രാക്ഷസൻ ഭസ്മമായിപ്പോയി. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാനം. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ഈ മഹർഷിയെ അനുഗ്രഹിക്കും. അപ്പം അത് മഹാഭാരതത്തിലെ ഒരു പ്രധാന സന്ദർഭമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈ രാക്ഷസൻ ഭസ്മാവണത്? കാലയവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാലമാണ് അദ്ദേഹം. ആത്മീയമായിട്ട് ഉണർവുള്ള ഒരാളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ കാലം അപ്പം തന്നെ ഭസ്മാവുന്നതാണ്. കാലമില്ല, അതായത് സമയം, ടൈം എന്ന് പറഞ്ഞ സംഗതിയില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കാലോസ്മി ലോകക്ഷയ കൃത്പ്രവർത്ത എന്ന് പറയുക. കാലം എന്ന് പറയുന്നത് ഒരു മായയാണ്, ഇല്ലാത്തതാണ്. സ്ഥലവും അതുപോലെ തന്നെ. അപ്പോൾ കാലയവൻ അതിൻ്റെ പ്രതീകമാണ്, കാലത്തിൻ്റെ പ്രതീകമാണ്. ആ കാലത്തിൻ്റെ പ്രതീകമായ അദ്ദേഹത്തിനെ ഈ മഹർഷി, അദ്ദേഹത്തിന് തപസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം അദ്ദേഹം കണ്ണു തുറന്നു. ആ ആത്മീയ ഉണർവിൽ ഇദ്ദേഹത്തിന് നോക്കിയപ്പോൾ കാലം ഇല്ലാണ്ട് ചെയ്യുന്നതാണ്, കാലം ഭസ്മമായി. അതിനുശേഷം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിലാണ് ഈ മഹർഷിക്കും മോക്ഷപ്രാപ്തി. അപ്പോൾ ദിവ്യത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആത്മീയ പുരോഗതി നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലം ഒരു മായയാണ്, ഇല്ലാത്തതാണ്, നിലനിൽക്കാത്തതാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു ഉപനിഷത്ത് വചനമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? സുഭദ്ര സ്മരിക്കുമ്പോഴേക്കും കൃഷ്ണൻ അവിടെ പ്രത്യക്ഷനാവും. ദ്രൗപദി സ്മരിച്ചാൽ അവിടെ ഉണ്ടാവും. അതായത് സാന്നിധ്യം എന്ന് പറയുന്നത് ബോധത്തിലാണ്, ഭൗതികമായിട്ടുള്ള സാന്നിധ്യമല്ല എന്നർത്ഥം. ഇത് മനസ്സിലാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും അനുഭവിക്കും. അതെ, ഇതാണ് അതിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭാഗം. ഭക്തിയുടെ ഭാഗം എടുത്താലോ? നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ബാബുജി മഹാരാജ് എൻ്റെ മുന്നിൽ ഇരുന്ന് വീടിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ പോയി എന്നെ സ്മരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ നമ്മൾ നോക്കിയതാണ് ജ്ഞാനം, ഭക്തി, കർമ്മ ഭാവങ്ങളിലൂടെ. പിന്നെ ഇതിനെ ഭക്തിഭാവത്തിൽ നോക്കിയ ഹൃദയത്തിന്, നമ്മുടെ ഹൃദയത്തിന് പ്രത്യേകത ദൂരം അറിയില്ലേന്ന്. ഇവിടെ പ്രിയപ്പെട്ടവൻ്റെ വിരഹത്തിലാണ് പ്രിയപ്പെട്ട ആളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. സ്നേഹത്തിൻ്റെ തീവ്രത ശക്തമാവുക വിരഹത്തിലാണ്, സാന്നിധ്യത്തിലല്ല. അതുകൊണ്ടാണ് ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണൻ്റെ അസാന്നിധ്യത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം അവർ ശക്തമായിട്ട് അനുഭവപ്പെട്ടുള്ളവർ. അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ ഭാഗികമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത്, ഒന്നുകിൽ കർമ്മം, അല്ലെങ്കിൽ ഭക്തി, അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ള രീതിയിൽ ഭാഗികമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് ഭാഗികമായിട്ടുള്ള സത്യദർശനം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് സമഗ്രമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് സമഗ്രമായ ദർശനം നമുക്ക് സാധ്യമാണ്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ് അല്ലെങ്കിൽ രാജയോഗ എന്ന് പറയുന്നത് കർമ്മം, ഭക്തി, ജ്ഞാനങ്ങളുടെ സംഗ്രഹമാണ്. അതിന് ചാരുജി മഹാരാജ് പറയാ, ഇത് സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇത് മനോഭാവം, പെരുമാറ്റ രീതി, ലക്ഷ്യബോധത്തിൻ്റെ സംഗ്രഹമാണ്. ഈ മൂന്നും ബോധപൂർവം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് അഭ്യാസം എന്ന് വെച്ചാൽ. ഓട്ടോമാറ്റിക് അല്ല, ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്നെ എപ്പോഴും ഹൃദയത്തെ ആകർഷിച്ചിട്ടുള്ള ഒരു സംഗതിയാണത്. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ചാരുജി മഹാരാജ് ജീവിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ 1995 മുതൽ ആണ് ചാരുജി മഹാരാജിനെ കാണുന്നത്. 2014 വരെ ഏകദേശം 20 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഇടപെടാനുള്ള അവസരം കിട്ടിയിരുന്നു. ഒരുപാട് അനുഭവങ്ങളുടെ പരമ്പര തന്നെയുണ്ട്.
അന്ന് തന്നെ ദാജിയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1995 തൊട്ട് 2025 വരെ. അപ്പോൾ ദാജിയായിട്ടുള്ള അടുപ്പം ഏകദേശം 30 കൊല്ലത്തോളം ഉണ്ട്. ഈ രണ്ട് മാസ്റ്റേഴ്സിനെയും ഒരേ സമയത്ത് കാണാൻ 1995 തൊട്ടേ അറിയാതെ സാധിച്ചിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ അഭ്യാസികൾക്കും അനുഭവങ്ങൾ ഉണ്ടാവുന്നവരെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും. ഇപ്പോൾ സാന്നിധ്യത്തിന് ഒരു പ്രസക്തിയില്ല നമ്മൾ പറഞ്ഞു. അസാന്നിധ്യമാണ് യഥാർത്ഥ സാന്നിധ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. കാരണം ബോധത്തിലാണത്. അപ്പോൾ അനുഭവങ്ങളുടെ പരമ്പര എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. മാസ്റ്റേഴ്സിനെ നേരിട്ട് കാണാത്തവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. അപ്പം അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അനുഭവങ്ങളുടെ ഒരു അവസ്ഥയിൽ നമ്മൾ പറയും, ഇനി അനുഭവങ്ങൾ വേണ്ട, അങ്ങ് എന്തു പറഞ്ഞാലും അനുസരിക്കാം. ഭഗവത്ഗീതയിൽ അർജുനൻ അവസാനം ശ്രീകൃഷ്ണനോട് പറയുന്ന പോലെ, കരിഷ്യേ വചനം തവ, അങ്ങ് എന്ത് പറഞ്ഞാലും അങ്ങയുടെ ഓരോ വാക്കുകളും ആജ്ഞയായിട്ട് ഞാൻ അനുസരിക്കുന്നതായിരിക്കും എന്ന് പറയുന്ന പോലെ ഹാർട്ട്ഫുൾനെസ്സിലും നമ്മുടെ അനുഭവങ്ങളുടെ ഒരു പരമ്പരയുടെ അവസ്ഥയിലുണ്ടാവും. എന്ത് മാസ്റ്റർ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് ഈ അനുഭവങ്ങളുടെ പരമ്പര നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ വളരെ പരിഭാവനാണ്. പരിഭാവനായതുകൊണ്ട് തന്നെ നമ്മൾ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. ചാരിജി മഹാരാജന് പറയും, ഭാരത സ്ത്രീകൾ അവരെ ഭർത്താക്കന്മാരെ പേര് വിളിക്കില്ല, കുട്ടികളുടെ അച്ഛൻ എന്നൊക്കെ പറയുള്ളൂ. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ആളെ പരസ്യമായിട്ട് അയാളെ പേര് വിളിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിയമത്തിനെതിരാണ്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പേര് വിളിക്കില്ല അവർ. പക്ഷെ അത്ര പ്രിയപ്പെട്ട ആളാണ്. അതായത് വളരെ പരിഭാവനായിട്ടുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാണ്, സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീക്രട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഭാര്യയെ പോലെ എനിക്ക് ഞാൻ അനുഭവങ്ങൾ പറയാനായിട്ട് മുതിരുന്നില്ല. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഷാരിജി മഹാരാജിനെ ഓർമ്മിക്കാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിനെ ഓർമ്മിക്കാം, അദ്ദേഹത്തിൻ്റെ അമ്മ, ആചാര്യനായിട്ടുള്ള ബാപ്പുജി മഹാരാജ്. അതുപോലെ ദാജിയെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തത് ഷാരിജി മഹാരാജാണ്. അപ്പം ആ അർത്ഥത്തിലും ആചാര്യ ദേവോ ഭവ എന്നുള്ള കീർത്തിക്കും ഷാരിജി മഹാരാജ് അർഹനാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിൽ 2015 മുതൽ 2025 വരെ ദാജിയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഈ തുടർച്ചയായിട്ട് വരുന്ന മാസ്റ്റേഴ്സ് മുമ്പ് ചെയ്ത മാസ്റ്റേഴ്സിനേക്കാൾ പ്രഗത്ഭമായ രീതിയിലാണ് ഹാർട്ട്ഫുൾനെസ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളെ മിഷന് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി കാൻഹയിൽ തുടങ്ങാനുള്ള അനുവാദം കിട്ടിയെന്ന് ദാജി പറയുണ്ടായി. അപ്പോൾ ദാജിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു അത്, ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുക. എന്തിനാണ്? അദ്ദേഹം പറയും, ലോകത്തിലെ 10 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിലൊന്നുപോലും ഇന്ത്യയിലില്ല ഇപ്പോൾ. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് ഭാരതത്തിലേക്കായിരുന്നു എല്ലാ വിദ്യകളും പഠിക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ള ആളുകൾ വന്നിരുന്നത്. അപ്പോൾ ഇന്ന് അതല്ല അവസ്ഥ. അപ്പോൾ ഏറ്റവും നല്ല ആദ്യത്തെ 10 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണം ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കും. അത് കാൻഹയിൽ തന്നെ ആവണം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള അനുവാദം കിട്ടിയ അടുത്ത് തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് പുറത്തു വരുന്ന ആളുകൾ ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരൻ. ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എന്താ നമുക്കറിയാം. ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ, ഏറ്റവും നല്ല ഡോക്ടർ, ഏറ്റവും നല്ല എഞ്ചിനീയർ, ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് വിദഗ്ധൻ, ഇങ്ങനെ എല്ലാത്തിലും എക്സലൻ്റ് ആയിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന ആളുകളെ സൃഷ്ടിച്ചെടുക്കണം എന്നാണ് ദാജി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഷാരിജി മഹാരാജിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായത്. അപ്പോൾ അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഈ ഷാരിജി മഹാരാജിൻ്റെ ബർത്ത്ഡേയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മിഷനിൽ ഒരു നാഴികക്കല്ലായിട്ടുള്ള അവസരമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനും ഇങ്ങനെ സത്സംഗത്തിൽ പങ്കെടുക്കാനും
ഷാർജി മഹാരാജനെ സ്മരിക്കാൻ ഒരവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു. നമസ്കാരം.